ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദിയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മ വന്നതോടുകൂടി ആകെ മാറ്റങ്ങളൊക്കെ വരികയാണ് കേട്ടോ. നമ്മുടെ വിക്രമിനും വേദയ്ക്കും വേണ്ടിയിട്ട് ശാന്തി മുഹൂർത്തം തയ്യാറാക്കിയാണ് അച്ചമ്മയുടെ നിർബന്ധപ്രകാരം. എന്നാൽ അതിനെ എതിർത്ത് ആർക്കൊന്നും പറയാനും കഴിയില്ല. വിക്രമാണെങ്കിൽ വേദയെ സ്നേഹിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണെന്നാണ് അച്ചമ്മയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിർബന്ധപൂർവ്വം താലി കെട്ടി കൊണ്ടുവന്നതാണെന്നോ ആരും ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നോ ഒന്നും അച്ചമ്മയുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ അച്ചമ്മ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീജയും വിഷുവും കൂടിയാണ് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷു ആണെങ്കിൽ ശ്രീജയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ നമ്മുടെ ശാന്തി മുഹൂർത്തത്തിന് ആരായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയം ശ്രീജ ഇങ്ങനെ നാണത്തോടുകൂടി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പൊ വിഷം പറയുന്നുണ്ട്, അതെന്താ ഇപ്പൊ സംസാരിച്ചാല്, ഞാൻ കുറ്റമായിട്ടൊന്നും കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞല്ലോ. ആ ശരിയാണ്, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ട് അതിന് 9 വയസ്സായി. 2-3 വർഷം കൂടി കഴിഞ്ഞാലേ അത് വലിയ പെൺകുട്ടിയാവും. അപ്പോഴാണ് ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് എന്നിങ്ങനെ ശ്രീജ പറയുമ്പോഴേക്കും വിഷം പറയുന്നുണ്ട്, ആ നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം എന്നിങ്ങനെ പറയുകയാണേ. എന്നിട്ട് വിശ്വം പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നിന്നോട് ഒട്ടും സ്നേഹം കുറഞ്ഞിട്ടില്ല. നീ പണ്ടത്തെ പോലെ തന്നെ എനിക്കിപ്പോ നിന്നോട് അതേപോലെ തന്നെയുള്ള സ്നേഹമുണ്ട്. ഈ റൂമിൽ നടന്ന കാര്യമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ വിശ്വം പറയാണ് കേട്ടോ. നിനക്ക് ഓർമ്മയുണ്ടോ ശ്രീജ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. നിങ്ങൾ എന്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഒന്ന് കൊഞ്ചാതെ പോയേ മനുഷ്യ എന്നിങ്ങനെ വിശ്വേട്ടാന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വീടെന്ന് പറഞ്ഞിട്ട് ശ്രീജ അങ്ങ് വിശ്വനെ തട്ടി മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീജയുടെ പുറകിൽ നിന്നിങ്ങനെ വിഷം പിടിക്കുന്നുണ്ട്. ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ട് ശ്രീജ ഇങ്ങനെ തട്ടി മാറ്റുമ്പോഴേക്കും, അതെ നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ, ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ആര് കണ്ടാൽ എന്താ കുഴപ്പം? അയ്യടാ, ഈ റൂമും കാണുമ്പോഴേക്കൊക്കെ ഇങ്ങനെ റൊമാൻസ് വരുന്നുണ്ടല്ലേ എന്നിങ്ങനെ ശ്രീജ ചോദിക്കുകയാണല്ലേ. അപ്പോഴേക്കും വിഷം പറയുന്നുണ്ടേ, അതിനെ റൂമൊന്നും കാണുമ്പോഴൊന്നുമല്ല, നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് റൊമാൻസ് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എനിക്ക് വിശ്വേട്ടനെ ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞതെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, എന്നിട്ട് നീ എന്തിനാ എന്നെ ജോലിക്ക് പോകാത്തതിന് വഴക്ക് പറഞ്ഞത്? അപ്പൊ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? അല്ല വിശ്വേട്ടാ, അതെ നിങ്ങൾ ജോലിക്ക് പോകാതിരുന്നിട്ടും ഇത്രയും നാളായിട്ട് ഞാൻ അല്ലാതെ വേറെ ആരും ഇങ്ങനെ സഹിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കയില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, അതെ ഞാൻ ജോലിക്ക് പോകാത്തത് എന്ന് പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ശ്രീജയാണെങ്കിൽ പെട്ടെന്ന് വിശ്വത്തിന്റെ വാപൊത്തുകയാണ് കേട്ടോ. അതെ നല്ല കാര്യം നടക്കാൻ പോകുന്ന ഒരു റൂമാണ്, ഇവിടെ വെച്ച് നിങ്ങൾ കള്ളം പറയണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിശ്വ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ശ്രീജ പറയുന്നുണ്ട്, വിശ്വേട്ടാ എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പണിക്ക് പോകണം, എന്തെങ്കിലും ചെറിയ ഒരു പൈസ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ വളർത്തണം. ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കണം. അവർക്ക് വല്ലപ്പോഴും ഒരു ചോക്ലേറ്റോ ബിസ്ക്കറ്റോ ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുക്കുവാൻ ഒരു 10-20 രൂപയെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടാവണം. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ വിശ്വേട്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ശ്രീജ ഇങ്ങനെ പറയുന്നുണ്ട്, അത് വിശ്വേട്ടനോട് എനിക്ക് അന്നും ഇന്നും എപ്പോഴും എന്റെ ഭർത്താവായിട്ട് വിശ്വേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ വിശ്വേട്ടന്റെ കൂടെ ജീവിക്കുന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വിശ്വാണെങ്കിൽ ശ്രീജ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രീജയാണെങ്കിൽ വിശ്വനെ ഇങ്ങനെ പെട്ടെന്ന് തട്ടി മാറ്റിയിട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, ആഹാ ഇതിപ്പോ പുതുമണവാട്ടിക്കും മണവാളിനും മുമ്പേ നിങ്ങളെ അങ്ങ് ആരംഭിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിശ്വ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, അല്ല അച്ഛമ്മേ ഞങ്ങള് ഈ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, അതിനെന്താ, നീ നിന്റെ ഭർത്താവിനെയല്ലേ കെട്ടിപ്പിടിച്ചത്, പിന്നെന്താ കുഴപ്പം? അതെ. എന്നിട്ട് വിശ്വനോടായിട്ട് പറയുന്നുണ്ട്, എടാ നിനക്ക് ധൃതിയാണെങ്കിലേ നീ പോയി കിടന്നോ, നിന്റെ ഭാര്യ ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അതല്ല അച്ഛമ്മ എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ആ ശരി നിന്നും പരുങ്ങാതെ ഓടിക്കുമെന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ വിശ്വാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് ചമ്മി ഇങ്ങനെ ഓടി പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയാണ്. അങ്ങനെ അച്ഛമ്മ വിക്രത്തിന്റെ അടുത്തേക്ക് പോയിട്ട്, ആഹാ സുന്ദര കുട്ടനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, നീ എന്റെ സിംഹക്കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിക്രമിനോടായിട്ട് പറയുന്നുണ്ട്, എടാ
നിനക്ക് ഇപ്പോഴാണ് ശാന്തി മുഹൂർത്തം നടക്കുന്നത്. നീ എൻ്റെ അടുത്ത് നിന്നാണ് വളർന്നിരുന്നെങ്കിലേ നിനക്കിപ്പോ എത്ര പേരക്കുട്ടികളെ, ഞാനിപ്പോ എത്ര പേരക്കുട്ടികളെ കൊഞ്ചിക്കാൻ ഇടയായനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ ആകെ ദേഷ്യത്തില് ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ ശ്രീജിയും നന്ദിനിയും കമലാമ്മയും എല്ലാവരോടും കൂടി ചേർന്ന് വേദയെ ഒരുക്കിക്കൊണ്ട് വരാനായിട്ട് അച്ഛമ്മ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടിയായിട്ട് വേദ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട്. വേദയാണെങ്കിൽ ഇങ്ങനെ നാണത്തോടു കൂടിയൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരോടും ചേർന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് അച്ഛമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മ പറഞ്ഞിട്ട് മാഷ് അവിടെ ഇല്ല, പോയി മാഷിനെ വിളിച്ചോണ്ട് വരാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ വിഷു ആണെങ്കിൽ അച്ഛനെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷു ആണെങ്കിലും മാഷിന്റെ അടുത്ത് ചെന്നിട്ട് അച്ഛമ്മ വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് മാഷിനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ കമലാമ്മയും മാഷിനോടും ചേർന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് അവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹം വാങ്ങിപ്പിക്കുന്നുണ്ട് വേദയും വിക്രമിനെയും കൊണ്ട്. എല്ലാവർക്കും ഒന്നും മിണ്ടാതെ നിന്ന് മാഷിന് നല്ല ദേഷ്യമാണ് കേട്ടോ. എന്നാൽ അമ്മ പറയുന്നതിനെ എതിർക്കാനും കഴിയുന്നില്ല. അങ്ങനെ അനുഗ്രഹിച്ചിട്ട് മാഷ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ഈ സമയം വിനയനോടായിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, എടാ നീ നിന്റെ അനിയനെ പിടിച്ചുകൊണ്ട് പോയിട്ട് റൂമിലേക്ക് കൊണ്ടുപോയിട്ടെന്ന് ഇങ്ങനെ പറയുകയാണേ. അതെന്താ അവനെ തനിയെ നടന്നു പോകാൻ അറിയില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നിന്നോട് പറഞ്ഞാൽ കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് വിനയന്റെ ചെവിക്ക് പിടിച്ചിങ്ങനെ അച്ഛമ്മ കിഴിക്ക് വിടുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിയോടായിട്ട് പറയുന്നുണ്ട്, എടി നന്ദിനി നീ വേദമോളെ റൂമിലേക്ക് കൊണ്ടുവിടുന്നിങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം ശ്രീജയാണെങ്കിൽ ഒരു ഗ്ലാസ്സില് പാലൊക്കെയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതും കൂടി മോളുടെ കയ്യിൽ കൊടുത്തു വിടുന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ശ്രീജയോട് പറയുന്നുണ്ട് അവൾക്ക് പക്വതയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു വിട്ടിട്ട് അവളെ രണ്ടുപേരും കൂടി റൂമിലേക്ക് കൊണ്ടുവിടുന്നിങ്ങനെ പറയാണ് കേട്ടോ. നമ്മുടെ നന്ദിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നന്ദിനിയാണെങ്കിൽ കടിച്ചമർത്തി ഇങ്ങനെ മുഖമൊക്കെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛമ്മ വേദയോടായിട്ട് പറയുന്നുണ്ട്, മോളെ നീ നല്ല പക്വതയോടുകൂടിയൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കണം. എനിക്കൊരു 10 മാസം കഴിയുമ്പോഴത്തേക്കിനും ഒരു പേരക്കുട്ടിയെ ഇങ്ങനെ തന്നേക്കണമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വേദയ്ക്ക് ആകെ നാണമൊക്കെ വരുന്നുണ്ട്. ഈ സമയം മാഷാണെങ്കിൽ കമലാമ്മയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ മാഷ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എന്താ ഇവിടെ നടക്കുന്നത്, ആ കിളവി എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് വിക്രത്തിന്റെയും വേദയുടെയും വിവാഹം പോലും നല്ല രീതിയിൽ നടന്നിട്ടില്ല, അതൊരു ഡ്രാമയാണെന്ന് പോലും അറിയാതെ ഇവരെന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്. ആ പെൺകുട്ടി ചുമ്മാ ഓരോ ഭ്രാന്തം പിടിച്ച് വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് അല്ലാതെ അതൊരു പാവം കുട്ടിയാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം കമലാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്, നിങ്ങളുടെ അമ്മയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെ അമ്മയോട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറയാൻ പാടില്ല എന്നിങ്ങനെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും വീണ്ടും മാഷ് പറയുന്നുണ്ട്, ഇവിടെ കല്യാണം പോലും നടക്കാതെ മാല പരസ്പരം മാറ്റിക്കുന്നു, പാലും പഴവും കൊടുക്കുന്നു, എന്താ ഇത്, നീ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും കമലാമ്മ ചോദിക്കുന്നുണ്ട്, മാഷും കൊടുത്തില്ലേ അവർക്ക് പാലും പഴവും, പിന്നെ അത് ഗതികേട് കൊണ്ട് ഞാനങ്ങനെ കൊടുത്തു പോയതാണ്, അത് തന്നെയാണ് ഞാനും ചെയ്തത്, ഞാൻ അമ്മ പറഞ്ഞത് അനുസരിച്ചത് മാത്രമേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും അമ്മയോട് പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ അമ്മയോട് പോയി പറയുന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷിങ്ങനെ മിണ്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും പറയാൻ പാടില്ല, പിന്നെ ഞാൻ എന്താ അമ്മയോട് പോയി പറയേണ്ടത്, അതെ എന്നെ വെറുതെ വിട്ടേര്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയോട് പറയുന്നിങ്ങനെ കമലാമ്മ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് വയ്ക്കുന്നുണ്ട്, എന്താ കമലെ പറയുന്നത്, നിനക്കിതിനകത്ത് ഒന്നും ചെയ്യാനില്ലേ, നീ ഇതിൽ നിന്നെല്ലാം ഒഴിവായി മാറുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, അതെ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം അമ്മ ഇപ്പോൾ മുറപ്പടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, എന്താ കമലേ നീ പറയുന്നത്. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, അതെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൻ താലി കെട്ടിയ താലിയാണ് വേദയുടെ കഴുത്തിൽ കിടക്കുന്നത്, എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന അവസാനത്തെ മരുമകളും അവളാണ്, ഇനിയിപ്പോ അത് ഞാൻ അവർക്ക് നടന്നത് ഒരു കല്യാണമായിട്ട് തന്നെയാണ് അംഗീകരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ കമലേ നീ പറയുന്നത്. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ കമലെ നീ പറയുന്നത്, നീ തന്നെയാണോ ഈ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതെ മാഷേ, ഞാനേ ഇത്രയും നാളോ ഈ പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് ചെയ്ത കാര്യങ്ങളും ഇവിടെ വന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്ന് താമസിക്കുന്നതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അതെ ആ കിളവി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അപ്പോൾ നിനക്ക് തടുത്തു നിർത്താൻ കഴിയില്ല എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇനി എന്താ ഞാൻ നിർത്തേണ്ടത്, അവരുടെ മാലയിടയിലും പാലും പഴവും ഒക്കെ കൊടുത്ത് പെണ്ണിനെ റൂമിലേക്ക് വിട്ടു കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ എന്താ പോയി നിർത്തേണ്ടത്, ഇനിയിപ്പോ മാഷിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ട് മാഷ് തന്നെ പോയി കാര്യങ്ങളൊക്കെ നിർത്തിവെക്ക്, എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് കമലാമ്മ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ.
ഈ സമയം വേദയാണെങ്കിൽ പാലൊക്കെ ആയിട്ട് ഇങ്ങനെ റൂമിലേക്ക് കയറി നാണത്തോടു കൂടി വരുന്ന കണ്ടിട്ട് വിക്രം ഇങ്ങനെ വേദയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അച്ഛമ്മ വന്നിട്ട് കഥക്ക് പതുക്കെ തുറന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, എടാ നീ കാട്ടാളിനെ പോലെ ഒന്നും നടക്കാതെ മോളോട് നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ. വേദയോടായിട്ട് പറയുന്നുണ്ട്, മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛമ്മ ഇവിടെ തന്നെയുണ്ട്, അച്ഛമ്മയൊന്ന് ഉറക്കെ വിളിച്ചാൽ മതി, പിന്നെ നല്ല പക്വതയോടുകൂടി നടക്കണം എന്നൊക്കെ രണ്ടുപേരോടായിട്ട് പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ വാതിലടയ്ക്കാൻ നേരത്ത് വീണ്ടും വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താണ് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? മോളെ ഇവന്റെ മുഖം ശരിയല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വാതിലടച്ചിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നീട് വേദയാണെങ്കിൽ ആ പാലെടുത്തിട്ട് വിക്രമിന്റെ നേരെ നീട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അതെ അച്ഛമ്മ പറഞ്ഞത് പാല് പകുതി കുടിക്കണമെന്നാ, ഞാൻ കുടിച്ചിട്ട് നിങ്ങൾ കുടിക്കണോ അതോ നിങ്ങൾ കുടിച്ചിട്ട് ഞാൻ കുടിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എടി നീ എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ഞാൻ തന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ ആ പാല് മുഴുവൻ അങ്ങ് കുടിക്കാണ് കേട്ടോ. കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേദ ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി, അച്ഛമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇതിന്റെ കിഴക്കെവിടെയാ? അതെ കിഴക്കോട്ട് ഞാൻ തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾ എന്റെ കാലിൽ വീഴണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്ത്? ആരാരുടെ കാലിൽ വീഴാന് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതെ അച്ഛമ്മ എന്നോട് പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു, അത് അത്രയും മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ വിക്രം പറയുന്നുണ്ട്, ആഹാ നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാവല്ലോടി, നീയെ എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും അനുസരിക്കുന്ന മലയാളി മങ്കയല്ലേ എന്ന് വെച്ചാ നീ ഒന്ന് പോയേടി എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ അച്ഛമ്മയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതിയിട്ട് നീ ഇങ്ങനെ മുടിവിടർത്തി നിന്ന് അങ്ങ് ആടാന്നാണോ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെ ഞാൻ മുടിയൊന്നും അഴിച്ചിട്ടിട്ടില്ലല്ലോ, നല്ല മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് എല്ലാവരും പറഞ്ഞത് എന്നെ കാണാൻ ദേവതയെ പോലെ ഉണ്ടെന്നാണല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ നീ എന്താ തമാശ പറയാണോ? നീയേ കൂടുതലൊന്നും തമാശിക്കാൻ നിൽക്കണ്ട, നമ്മളെ എപ്പോഴും ഈ റൂമിൽ തന്നെ ആയിരിക്കില്ല, പുറത്തേക്കൊക്കെ എന്ന് ഇറങ്ങുമെന്നിങ്ങനെ വിക്രം പറയാണ് കേട്ടോ. അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട്, അതെ ഗുണ്ട വിക്രമ, ഇതേ ഇന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ലോ, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറുവാണോ? കൂടുതൽ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ നിൽക്കേണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താടി ചെയ്തത്? സമയം വേദ പറയുന്നുണ്ട്, അതെ നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട, ഞാനല്ലല്ലോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഈ ശാന്തി മുഹൂർത്തമൊന്നും അറേഞ്ച് ചെയ്തൊന്നും നിങ്ങളുടെ അച്ഛമ്മയല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഇത്ര വലിയ ആളാണെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛമ്മയോട് നേരിട്ടൊന്ന് പോയി സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അച്ഛമ്മയുടെ മുമ്പിൽ ആ ഊന്നും പറഞ്ഞിട്ട് പൂച്ചയെ പോലെ നിന്നിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തുള്ളാൻ നിൽക്കുന്ന എന്തിനാന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, അതെ ഞങ്ങൾ ആണുങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നീ ഒരു പെണ്ണല്ലേ, നിനക്കൊരു നാണോ മാനോ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ആഹാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെയാണോ നാണോ മാനോ ഒക്കെ? അതെ നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെങ്കിൽ ഞങ്ങൾക്കും ഇല്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ടെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് വേദ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങാണ് കേട്ടോ. ഈ സമയം വേദയാണെങ്കിൽ അച്ഛമ്മയെന്ന് വെച്ചിട്ട് ഉറക്കി ഇങ്ങനെ കാറുകയാണ് കേട്ടോ. എന്താ വേദമോളെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് അച്ഛമ്മ ഇങ്ങനെ വിളി കേൾക്കുന്നുണ്ട്. അതെ അച്ഛമ്മ ഈ വിക്രമാണെങ്കിൽ എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ചീത്ത പറയുകയാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ എന്താടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.